ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു യമനി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ലഹസ. സംഭവം യമനി എന്നൊക്കെ വന്നതാണെങ്കിലും ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 സബോള അതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. നന്നായി വെന്തടഞ്ഞു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇതിന്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി മുട്ടയും മസാലയും എല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു 1/4 കപ്പിലും കുറച്ച് താഴെയായിട്ട് വെള്ളം എടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം കൂട്ടിയിളക്കി മിക്സ് ആക്കിയിട്ട് നിരപ്പാക്കി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ലിക്വിഡ് ചീസ് ആണ്. എന്റെ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുട്ട വേവിച്ചെടുക്കണം. കൂടി പോയൊരു 3-4 മിനിറ്റ്, അതിൽ കൂടുതൽ എന്തായാലും എടുക്കില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ യമൻ ലഹസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല എന്തിന്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനും കൂടിയാണ്.